മഹാസമുദ്രങ്ങളിൽ വിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. 330 മീറ്റർ ശരാശരി ആഴമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പരമാവധി ആഴം 8380 മീറ്ററാണ്. ഗ്രീക്ക് പുരാണത്തിലെ അറ്റ്ലസ് എന്ന ദേവനിൽ നിന്നാണ് സമുദ്രത്തിന് അറ്റ്ലാന്റിക് എന്ന പേര് ലഭിച്ചത്. രണ്ട് ധ്രുവങ്ങൾക്കുമിടയിലായി വ്യാപിച്ചിരിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന് എസ് ആകൃതിയാണുള്ളത്. മധ്യഭാഗം വീതി കുറഞ്ഞ ഈ സമുദ്രത്തിന്റെ പരമാവധി വീതി 6640 കിലോമീറ്ററാണ്. വിസ്തീർണം കൊണ്ട് ഒന്നാം സ്ഥാനത്തല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാഹജലത്തെ ഏറ്റുവാങ്ങുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ലോകത്തിലെ വൻ നദികളിൽ ഏറിയ പങ്കും ഈ മഹാസമുദ്രത്തിലാണ് പതിക്കുന്നത്. ഇന്ത്യ പസഫിക് സമുദ്ര മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാണ് അറ്റ്ലാന്റിക് സമുദ്ര മേഖല. ഇവിടെ പവിഴ ദ്വീപുകളും അറ്റോളുകളും ഇല്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളും കിഴക്ക് യൂറോപ്പ്, ആഫ്രിക്കൻ വൻകരകളുമാണ്. മെഡിറ്ററേനിയൻ കടൽ, കരീബിയൻ, മെക്സിക്കൻ ഉൾക്കടലുകൾ, നോർത്ത് സീ, ബാൾട്ടിക് കടൽ, ഇംഗ്ലീഷ് ചാനൽ, ഐറിഷ് കടൽ, നോർവീജിയൻ കടൽ തുടങ്ങിയവയൊക്കെ ഈ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട കടലുകളും ഉൾക്കടലുകളുമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഏറ്റവും മികച്ച സവിശേഷത മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ്. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുഴുവൻ നീളത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മധ്യപർവ്വത നിരയാണ്. ചില സ്ഥലങ്ങളിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സമുദ്രനിരപ്പിന് മുകളിലെത്തി ദ്വീപുകൾ രൂപപ്പെടുന്നു.